അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു പിടിയിട്ടിരിക്കണം. അപ്പം നമ്മളിന്ന് നമ്മുടെ നമ്മുടെ കളക്ഷനിലോട്ട് പുതിയതായിട്ടൊരു വണ്ടിയും കൂടി നമ്മൾ മേടിച്ചിരിക്കുകയാണ്. അതേത് വണ്ടിയാണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ വണ്ടി ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാം. അപ്പം നമ്മളിപ്പോൾ അതൊക്കെ നമ്മളൊരു നോർമൽ പെഡസ്ട്രിയനെ പോലെ നമുക്ക് നടന്ന് നമ്മുടെ നമ്മുടെ കാർ ഷോറൂമിലോട്ട് പോകും. അത് ആ ഷോറൂമെന്ന് വെച്ചാൽ വേറൊരു കാറും കാണത്തില്ല കേസ്. നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ അവർ കാറുകൾ ഷോറൂമിലോട്ട് കൊണ്ടുവരത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ആരും ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് മാത്രം പോകുന്നുണ്ടെങ്കിൽ ഞാൻ നടന്നേ പോകത്തുള്ളായിരുന്നു. ഞാൻ അവരെ വിളിച്ച് കാറിലേ പോകത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വണ്ടിയുടെ ചെറുതായിട്ടൊക്കെ കണ്ടിട്ട് നമ്മുടെ സൈഡിൽ കാണുന്ന ഷോറൂം, അപ്പോൾ ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിടക്കും നമ്മുടെ വണ്ടി. നമുക്ക് നേരെ ഷോറൂമിനായിട്ട് വിടാം. അതിന് മുമ്പ് നമുക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം. വണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണാൻ പോകുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ വണ്ടി. നമ്മളവിടുത്തെ ബാക്ക് ഗ്ലാസ്സിലൊക്കെ കുറച്ച് ടെക്സ്റ്റ് വർക്ക്സ് ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു. അത് നമുക്കൊന്ന് നോക്കാം അവർ ചെയ്തിട്ടുണ്ടോ. നമ്മുടെ വണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡ് ക്രൂയിസറാണ്. നമ്മൾ പുതിയതായിട്ട് അടിച്ചിരിക്കുന്ന വണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡ് ക്രൂയിസർ തന്നെയാണ്. ഇതാണ് ഈ ലാൻഡ് ക്രൂയിസർ. നമ്മുടെ അടിപൊളി അലവൊക്കെ ഇട്ട് നമ്മൾ കൂട്ടപ്പനായിട്ട് കിടക്കുന്ന ലാൻഡ് ക്രൂയിസർ. നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതാണ് ഒട്ടിച്ചേക്കുന്നത്. നമ്മുടെ പേരൊന്നും വരുന്നു ടിൻ്റെ അടിച്ചേക്കുന്നത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇത് വെച്ചാണ്. നല്ല കിടിലം ഒരു അലോയൊക്കെ ഇട്ട് നമ്മുടെ വണ്ടി സെറ്റാണ്. നല്ല ബ്ലാക്ക് കളറൊക്കെ പോയി കുഴപ്പമില്ല, ഒന്നുകൂടി കാണിച്ചിട്ട്. ബ്ലാക്ക് കളറിൽ സെറ്റാണ് വണ്ടി പോകുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ നല്ല സെറ്റാണ് വണ്ടി. നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് വർക്ക്സ് ഒക്കെ അവർ ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൻ്റെ പേരും. അതെ കേസ്, നമ്മുടെ ഫാമിലി ഫുൾ ഡി ആണ്. നമ്മുടെ ഡി സ്ക്വയർ ബ്രദേഴ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. നമ്മൾ അത്രയും അടിക്കിടണ്ടാത്തതുകൊണ്ട്, നമ്മൾ അത്രയും അവരുടെ അടുത്ത് പറയാത്തതുകൊണ്ട് നമ്മൾ ഡി സ്ക്വയർ വൈറ്റ് എന്ന് മാത്രം ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് നേരെ അതിന് തിരിച്ച് നമുക്ക് ഷോറൂമിലേക്ക് പോകും. നമുക്ക് ഇവിടെ സ്പെയർ പോലെ ക്രോസ് ചെയ്യാൻ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ടൈം ആറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പം നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി വെറുതെ സെറ്റാണ് ഗൈസ്. നമുക്ക് സ്റ്റാർട്ടാക്കി, അപ്പം തന്നെ സ്റ്റാർട്ടാക്കി. ഓക്കെ നമുക്ക് പുറത്തോട്ട് എടുക്കുന്നതായിട്ട് ടാസ്ക്. ഫസ്റ്റ് വെച്ചിട്ട് റിവേഴ്സ് എടുത്ത് നമുക്ക് ഇറക്കാം. ചെറിയ ടാസ്ക് ആണ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഷോറൂമിൽ വാങ്ങിയിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങോട്ട് വരാം ഗൈസ്. നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ഗൈസ്. ഈ വണ്ടിയുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. വേറെ വല്ല കളറും കൂടി അടിക്കണമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടോട്ട് ഈ സ്പോട്ട് ഇവിടെ ഈ സൈഡിലോട്ട് കിട്ടും.
ഓട്ടോട്ട് നോക്ക് വണ്ടിയാണ് ഫുള്ളായിട്ട് നോക്കാം. വണ്ടി ഇപ്പം തന്നെ ഫുള്ള് പൊടി ഇതൊക്കെ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് ഇടും. നമുക്ക് മാനുവൽ ഇടാം ഗൈസ്. മാനുവൽ ഇട്ടാലും വണ്ടി ഓഫായി പോകും. അതെന്താണെന്ന് എനിക്കറിയാം. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. മാനുവൽ ഇടുമ്പോൾ നമുക്ക് വണ്ടി അങ്ങ് ഓഫാകും. വണ്ടി മാനുവലിൽ കിടക്കുന്നത് ഇപ്പോൾ കാണിച്ചുതരാം. നമുക്കിപ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടി ഓണാണിപ്പോൾ. അല്ല, വണ്ടി ഇപ്പോൾ ഓണാണ്. കണ്ടോ, നമ്മുടെ സ്പീഡോമീറ്റർ നോക്കിയത് വണ്ടി ഇപ്പോൾ ഓണാണ്. ആക്സിലേറ്റർ ആവുന്നുണ്ട്. ഇനി നമുക്ക് മാനുവലിലോട്ട് ഇടാം. ഇപ്പം കണ്ടോ, വണ്ടി ഓഫായി. ഇപ്പം കണ്ടോ ഗൈസ്, വണ്ടി ഓഫായി. നമ്മളൊന്ന് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ടാക്കി. വണ്ടി സ്റ്റാർട്ടായി, ഓഫായി. ഇനി നമ്മൾ നേരെ ക്ലച്ച് ചവിട്ടി മോട്ടറിലിട്ടു സ്റ്റാർട്ടാക്കി. കുഴപ്പമില്ല. ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്ക് മാത്രമല്ല, എൻ്റെ കയ്യിൽ എല്ലാ വണ്ടിക്കും സെയിം കുഴപ്പം. മാനുവൽ ഇടുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ വണ്ടി ഓണാണ്. കണ്ടോ, വണ്ടി ഇപ്പോൾ ഓണാണ്. എന്ത് ആവേശത്തോടെ തോന്നുന്നു. വിചിത്ര ജീവിയാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ക്ലാപ്പ് കടിച്ച് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വിഷയമല്ല. നമ്മൾ ക്ലച്ച് സെയിം രീതിയിൽ ക്ലച്ച് ചവിട്ടി നേരെ ഫസ്റ്റിലോട്ട് ഇട്ടേ. നമുക്കിനി ക്ലച്ച് റിലീസ് ചെയ്തു. വണ്ടി ഓഫായി. ഇനി നേരെ ക്ലച്ച് കൊടുത്ത് നേരെ വണ്ടി ഓണാക്കി. ഇനി നമ്മൾ നേരെ ആക്സിലേറ്റർ മാറ്റി ചവിട്ടത് വണ്ടി ഓണാക്കി. വണ്ടി പോകുന്നുണ്ട്. പക്ഷേ വണ്ടി ഓഫായി. കണ്ടോ, വണ്ടി ഓഫായി. ഇതാണ് വണ്ടിയുടെ കുഴപ്പം. എല്ലാ വണ്ടികളും. അപ്പം നിങ്ങൾ എന്താണെന്ന് അറിയുന്നതിനൊന്ന് കമൻറ്റ് ചെയ്യണം. മോട്ടറിൽ വണ്ടി ഓണാകുന്ന വണ്ടി ഓഫായി. വണ്ടി ഇപ്പോഴും ഓണാ ഗൈസ്. ഗൈസ്, എനിക്ക് ചെറിയ ചുമയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുവാണെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, ചേടാ വയ്യ കുഴപ്പമാണത് ഗൈസ്. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ മിക്കവാറും നമ്മുടെ കാർ കളക്ഷൻ വീഡിയോ ആയിരിക്കും ഗൈസ്. നമ്മൾ ഒരു വണ്ടി കൂടി എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഏത് വണ്ടിയാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ഒരു ക്ലൂ തരാം. നമ്മുടെ കേരളത്തിലുള്ള വണ്ടിയാണ്. അതും കോയിൻ കാറ്, ക്യാഷ് കാറല്ല, കോയിൻ കാറാണ്. എനിക്ക് ഓട്ടോമാറ്റിക് മാനുവൽ ഇഷ്ടപ്പെടുന്ന ഗൈസ്. നമുക്ക് പതുക്കെ നേരെ വണ്ടി ഇങ്ങോട്ട്. അത് ഇപ്പോഴും ഓഫായി പോന്നു. കുഴപ്പമില്ല. ഇത് മതി. അങ്ങനെ വണ്ടി ഓഫ് ചെയ്ത് നൈറ്റ് ആക്കാം ഗൈസ്. മോർണിംഗ് ആണ്.
വണ്ടി ഓഫ്. ഓക്കെ വണ്ടി ഓഫാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത മേടിക്കുമ്പോൾ വണ്ടി ഏതാണെന്നും കൂടി മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, വണ്ടിയുടെ ഓവറോൾ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുതന്നെ നമ്മുടെ മരുഭൂമിയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ലാൻഡ് ക്രൂയിസർ, അതായത് LC അല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അലോയിയാണ് ഗൈസ്. എന്താ ഒരു ലുക്ക് അതിൽ ഈ അലോയ് ഇട്ടപ്പോൾ. ഇൻറ്റീരിയർ നമ്മൾ കാണിക്കാം. ഈ ഫോണിൻ്റെ കളറും അതൊക്കെ ഒന്ന് മാറ്റാൻ നമുക്ക് ഷോറൂമിൽ കൊടുക്കാം. അതിനി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജ് ഉണ്ട്, അവിടെ കൊടുക്കാം. പിന്നെ വണ്ടി മൊത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബോട്ട് തുറക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ബോട്ട് തുറക്കാൻ പറ്റത്തില്ല. ഞാനും വണ്ടി പോകാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അലോയും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എന്നാലും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് അലോയാണെന്നും കൂടി നമുക്ക് അലോയ് മാറ്റണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഇൻറ്റീരിയറിലൊക്കെ നോക്കാം ഗൈസ്. ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിൽ കൈക്ക് തന്നു പറ്റി എന്തോ കുഴപ്പമുണ്ട്. കയ്യിലെന്തോ പറ്റി, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ വണ്ടി ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കൊള്ളാം, നല്ല അടിപൊളി വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ക്ലസ്റ്റർ, ഡോർ ഹാൻഡിൽ എല്ലാം കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് നേരെ ബാക്ക് സൈഡിലോട്ട് കയറാം ഗൈസ്. ഫ്രണ്ട് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട് ഇരുന്നുണ്ട് നമുക്ക് നോക്കാം. ബാക്കിൽ കയറാൻ പറ്റാത്ത മോശമായി. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ബാക്കിൽ കയറാൻ പറ്റാത്തത്. എന്തായാലും നല്ല രസമുണ്ട് വണ്ടിയൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ കയറാൻ പറ്റാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി LC. കളറും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്, ഏത് കളർ വേണമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് കളർ വേണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഏകദേശമുള്ള ഓവറോൾ ലുക്ക്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു ഈ കാറ്, ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.